ഞാൻ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ദേ ഈ കട കണ്ടത്. ഒരു 300 മീറ്ററും കൂടി കഴിഞ്ഞപ്പോൾ ദേ കിടക്കണം വേറൊരു കട. അതിനെന്താ, ഒരേ സ്ഥലത്ത് 2 ഔട്ട്ഫിറ്റ് ഷോപ്പ് വരുന്നത് കോമൺ അല്ലേ? കോമൺ ആണോ? അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി, ഇത് രണ്ടും ഒരപ്പൻ്റെ മക്കളാണ്. അതെ, ഇതും ഈ ബ്രാൻഡിൻ്റെ അണ്ടറിൽ വരുന്ന 2 കടകളാണ്. അതിനെന്താ, അങ്ങനെയല്ലേ? വെയിറ്റ്, ഇതിന് പിന്നിൽ വലിയൊരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി എന്താണെന്ന് അറിയണമെങ്കിൽ ഫോളോ. ആദ്യം ടാറ്റ തുടങ്ങിയത് വെസ്റ്റ്സൈഡായിരുന്നു. അത് ടയർ 1 സിറ്റിയിൽ നന്നായി ഓടിക്കൊണ്ടിരുന്നു. അതിൻ്റെ എൻലാർജിങ്ങിൻ്റെ ഭാഗമായി ടയർ 2, ടയർ 3 സിറ്റിയിൽ ഇറക്കിയപ്പോൾ അത് എന്തുകൊണ്ടാണ് വെസ്റ്റ്സൈഡ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ടാറ്റയ്ക്ക് മനസ്സിലായി, ഇവർ 95% കസ്റ്റമേഴ്സിനെ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ, നമ്മുടെ ഉള്ള ഭൂരിഭാഗം ആൾക്കാരും മിഡിൽ ക്ലാസ് ആണ്. മിഡിൽ ക്ലാസ് ആൾക്കാർ എക്സ്പെൻസീവായിട്ട് ക്ലോത്ത്സ് വാങ്ങിക്കുകയോ ഇല്ല. അപ്പോഴാണ് ടാറ്റയ്ക്ക് പുതിയൊരു ഐഡിയ തോന്നിയത്. അതാണ് സ്റ്റുഡിയോ 199, 299, 499. അത് സ്വാഭാവികമല്ലേ? വെയിറ്റ്, നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോൾ കത്തി വില. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? വന്ന് സ്റ്റുഡിയോയിൽ വാങ്ങിക്കും. അതായത് വെബ്സൈറ്റ് ഈസ് ഫോർ പ്രീമിയം, സ്റ്റുഡിയോ ഈസ് ഫോർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കസ്റ്റമേഴ്സ്. പാവപ്പെട്ടവന്, പൈസക്കാരൻ ഒറ്റ കുടക്കീഴിൽ. യെസ്, ഇതുപോലുള്ള കൂടുതൽ റിയൽ സ്ട്രാറ്റജീസ് അറിയാനായിട്ട് ഡു എ ഫോളോ.